എന്താണ് ബീറ്റ് ബോക്സിംഗ്? പ്രശസ്ത DJ ബീറ്റ് ബോക്സർ ഡോക്ടർ സാന്ദ്ര ഷാജൻ ബീറ്റ് ബോക്സിങ്ങിനെ പറ്റി വിശദമാക്കുന്നു. ഒപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേജ് പെർഫോമൻസ് നമുക്ക് ആസ്വദിക്കാം ഇഫക്റ്റ് ന്യൂസിലൂടെ. നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ നല്ല മനസ്സുകളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെയുള്ള എല്ലാവരും സീറ്റിൽ വന്നിരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ ആക്സ് ഫോർ ഇൻവൈറ്റിംഗ് മീ. ട്രിവാൻഡ്രം ഫെസ്റ്റ് എന്താ പറയുക, ട്രിവാൻഡ്രം കണ്ടിട്ടുള്ളതിൽ വെച്ച് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഫെസ്റ്റ് തന്നെയാണ്. കാര്യം അത്രയധികം നമ്മൾ റേഡിയോയിലൂടെയും ന്യൂസ് പേപ്പറിലൂടെയും ഒരുപാട് ചാനൽസിലൂടെയും നമ്മൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയധികം എന്താ പറയുക ജനപ്രീതി ഏറ്റുവാങ്ങിയ ഒരു എന്താ പറയുക ഒരു ഫെസ്റ്റ് തന്നെയാണ്. ഒരുപാട് ആൾക്കാർ നമ്മുടെ സ്റ്റോള് കണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ബീറ്റ് ബോക്സിംഗ് എന്താണെന്ന് എൻ്റെ ഇൻട്രോയിലൂടെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. കിട്ടോ? മനസ്സിലായോ എന്താ ബീറ്റ് ബോക്സിംഗ് എന്ന്? യെസ്. അപ്പോൾ ബീറ്റ് ബോക്സിംഗ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഖണ്ഡനാളങ്ങൾ കൊണ്ട് പല ഉപകരണങ്ങളുടെ ശബ്ദങ്ങൾ അനുകരിക്കുന്നതാണ് ബീറ്റ് ബോക്സിംഗ്. നമുക്കിവിടെ കാണാം, ഇവിടെ ഡ്രംസ് ഉണ്ട്, റിതം പാഡ്, സാമ്പിളർ പോലത്തുള്ള ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. അതൊക്കെ ബാൻഡിൽ ഉപയോഗിക്കുന്ന ലൈവ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. അപ്പോൾ ഈ ഇൻസ്ട്രുമെന്റ്സ് നമ്മുടെ സ്വന്തം വോക്കൽ കൊണ്ട് ചെയ്യുന്നതാണ് ബീറ്റ് ബോക്സിംഗ്. വോക്കൽ പെർക്കഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരുപാട് ചാനൽസിലൂടെയും യൂട്യൂബിലൂടെയൊക്കെ നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും. കോമഡി ഉത്സവം എന്ന പ്രോഗ്രാമിലാണ് ഞാൻ ആദ്യമായി പെർഫോം ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ബീറ്റ് ബോക്സിംഗ് എന്നുള്ളൊരു ചെറിയൊരു സാമ്പിള് നമുക്കൊന്ന് കേട്ടു നോക്കാം. റെഡിയാണോ? റെഡിയാണെങ്കിൽ നല്ലൊരു കൈയടി. യെസ്. യെസ്. Ladies and gentlemen, let's listen to the beat. 3, 2, 1 and go. Yo. Yo. Thank you so much. So that is called beat boxing. സ്പീക്കറോ മൈക്കോ വല്ല വിഴുങ്ങിയിട്ടുണ്ടോ എന്ന് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ നിരന്തരമായി യൂട്യൂബിലൂടെയൊക്കെ സെൽഫ് ട്രെയിൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഉണ്ടായ ഒരു സംഭവമാണ് ബീറ്റ് ബോക്സിങ്. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് പഠിക്കാൻ. പക്ഷേ കുറച്ച് കഷ്ടപ്പെട്ടാൽ മാത്രമേ പഠിക്കാൻ പറ്റൂ. വെറും 3 ബേസിക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റും. BTK. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് പവറായിട്ട് പറയുമ്പോൾ 3 E. മനസ്സിലായോ? അപ്പോൾ ഇത് നമ്മളൊരു ബീറ്റായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സംഭവം കിട്ടും. താങ്ക് യു. അപ്പോൾ ദാറ്റ് ഇസ് കോൾഡ് ബീറ്റ് ബോക്സിംഗ്. അപ്പോൾ ഇതേപോലെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് 5 വ്യത്യസ്ത ശബ്ദം ഒരേ സമയത്ത് ചെയ്യുക എന്നുള്ളത്. 5 ഡിഫറെൻറ്റ് സൗണ്ട്സ് അറ്റ് ദ സെയിം ടൈം. അപ്പോൾ ആദ്യം ഞാനെല്ലാം സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാൻ പോവാണ്. ആദ്യത്തെ ശബ്ദം ഇതാണ്. സെക്കൻഡ് സൗണ്ട്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, ഈ 5 ശബ്ദവും നമ്മളിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് കേട്ടു. ഇതിനെ നമുക്ക് ഒരുമിച്ച് ഒരേ സമയത്ത് കേട്ടു നോക്കാം. റെഡിയാണോ? യെസ്. താങ്ക് യു സോ മച്ച്. സത്യം പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരുപാട് ഗിഫ്റ്റൊക്കെ കൊടുത്തു വിട്ടാൽ നമ്മളെ സ്പെഷ്യൽ ആയിട്ടുള്ള ചേട്ടന്മാരും ചേച്ചിമാരും ഇവിടെ ഉണ്ടാവണമായിരുന്നു. കാര്യം ഞാനിവിടെ സൗണ്ട് ചെക്ക് ചെയ്തപ്പോൾ തന്നെ അവരുടെ ഒരു റിയാക്ഷൻ കേട്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. അത് അവരെ പറഞ്ഞു വിട്ടത് ഭയങ്കര മോശമായിപ്പോയി. അവരിവിടെ വേണമായിരുന്നു. അവർ കണ്ണ് എന്താ പറയുക വളരെ ഒരു എന്താ പറയുക നമുക്കൊരു ഹൃദയം നിറഞ്ഞ
എനിക്കൊരു റെസ്പോൺസ് ആയിരുന്നു അവരിവിടെ ഇരുന്നപ്പോൾ. അപ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ വളരെ ഉപകാരം. അപ്പോൾ അടുത്ത പെർഫോമൻസിലേക്ക് ഞാൻ കിടക്കാണ്. നമ്മളെല്ലാവരും പാർട്ടിക്കും DJക്കൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളൊരു റൂമിൽ, അടച്ചുമൂടിയ റൂമിൽ നമ്മളൊരു പാട്ടിട്ടിട്ട് പുറത്തിറങ്ങി നിൽക്കുമ്പോൾ ആ പാട്ടിന്റെ ഒരു മുഴക്കം മാത്രമേ കേൾക്കാൻ പറ്റൂ, അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ ഒരു വണ്ടിയിലാണെങ്കിലും മുറിയിലാണെങ്കിലും നമ്മളൊരു പാട്ടിട്ടിട്ട് പുറത്തിറങ്ങി നിൽക്കുവാണെങ്കിൽ അതിന്റെ ഒരു മുഴങ്ങിയ ബേസ് ശബ്ദം മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു വ്യത്യാസമാണ് ഞാൻ കാണിക്കാൻ ശ്രമിക്കുന്നത്. ഒരു മുറിക്കകത്ത് DJ പാട്ടിട്ടിട്ട് പുറത്ത് നിന്ന് കേൾക്കുമ്പോൾ ഒരു വ്യത്യാസം. ഓക്കെ, ആദ്യം ഞാൻ അകത്തായിരിക്കും, അതിനുശേഷം ഡോർ തുറന്ന് പുറത്തിറങ്ങുമ്പോൾ ആ ഒരു ഡിഫറൻസ് കേട്ടു നോക്കാം.